താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, പരാജയത്തിൻ്റെ, തകർച്ചയുടെ പടുകുഴിയിൽ നിന്നൊരു കരകയറ്റം ആഗ്രഹിക്കുന്നുണ്ട്, കൊതിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായി തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്, ഈ അവസ്ഥയിൽ നിന്ന്, ഈ പടുകുഴിയിൽ നിന്ന് എനിക്കൊരിക്കലും തിരികെ വരുവാൻ കഴിയത്തില്ല. നിങ്ങൾ തിരിച്ചറിയുന്നതും നിങ്ങൾ വിലപിക്കുന്നതും ഒരു ലോക മനുഷ്യനെ പോലെ. എന്നാൽ നിങ്ങൾ തിരിച്ചറിയേണ്ടതും നിങ്ങൾ പ്രത്യാശ വയ്ക്കേണ്ടതും ഒരു ഭക്തനെ പോലെ. ഭക്തന്റെ സാക്ഷ്യം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. ദാവീദ് എന്ന ഭക്തൻ താനായിപ്പോയ ആ നാശകരമായ കുഴിയിൽ നിന്ന് തന്നെ വലിച്ചെടുത്ത ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുക. സങ്കീർത്തനം 40 അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. നാശകരമായ, ഞാൻ നശിച്ചു പോകേണ്ട ആ അവസ്ഥയിൽ നിന്ന് സർവശക്തനായ ദൈവം എന്നെ കയറ്റി. കുഴഞ്ഞ ചേറ്റിൽ നിന്ന്, നോക്കൂ, കുഴഞ്ഞ ചേറ് കാലുറപ്പിച്ച് വയ്ക്കുവാൻ കഴിയാതെ രക്ഷപ്പെടുവാൻ ശ്രമിക്കും തോറും ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചെളിക്കുണ്ടിൻ്റെ അനുഭവത്തിൽ ദാവീദായിപ്പോയി. അവിടെ നിന്ന് ദൈവം അവനെ കരകയറ്റി. ഭക്തൻ പറയുക, ദൈവം എന്നെ കരകയറ്റി. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ തിരിച്ചറിയണമേ. ദാവീദിന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. ദാവീദ് ലോകത്തോട് വിളിച്ചു പറയുന്നു, അതേ പ്രിയരേ, നാശകരമായ കുഴി, എൻ്റെ നാശം കാണുമെന്ന് ഞാൻ ഉറച്ച, എന്നെ അറിയുന്ന നിങ്ങൾ തിരിച്ചറിഞ്ഞ, എൻ്റെ ശത്രുക്കൾ ആർത്ത് ചിരിക്കുമാറായ ആ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ കരകയറ്റി. ആ അവസ്ഥ എത്രത്തോളം ഭീകരമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ എത്രമാത്രം പരിതാപകരമായ അവസ്ഥയിലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ദാവീദിന് മുമ്പിലായിരുന്ന സഭ ആവാലവൃത്തം ശ്രദ്ധയോടെ കേട്ടു. തങ്ങളുടെ രാജാവിനെ, ദൈവത്തിൻ്റെ ഭക്തനെ ദൈവം ഏതവസ്ഥയിൽ നിന്നാണ് വിടുവിച്ചത്? അത് കുഴഞ്ഞ ചേറിൻ്റെ അനുഭവമായിരുന്നു. പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ പുറത്തേക്ക് വരുവാൻ ശ്രമിക്കും തോറും ആഴത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന അതേ അവസ്ഥ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങൾ അനുഭവിക്കുന്ന അതേ അവസ്ഥ തന്നെ. പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക്, തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക്, രോഗത്തിൽ നിന്ന് രോഗത്തിലേക്ക്, കടത്തിൽ നിന്ന് കടത്തിലേക്ക്, ഒന്നിൽ നിന്നും പുറത്തു വരുവാൻ കഴിയുന്നില്ല. നാശം പിടിച്ച ജീവിതം എന്ന് പറയേണ്ട അവസ്ഥ, നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അതെത്രത്തോളം പരിതാപകരമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വ്യസനത്തോടെ, വേദനയോടെ, നിരാശയോടെ പറയും, ദൈവദാസനെ, പുറത്തു വരുവാൻ കഴിയുന്നില്ല, പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ, കരകയറുവാൻ കഴിയാതെ, നിലയില്ലാ കയത്തിൽ ആഴത്തിലേക്ക് ഞാൻ താണുകൊണ്ടിരിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടു, നല്ലതൊന്ന് കണ്ടെത്തുവാൻ ശ്രമിച്ചു, നടക്കുന്നില്ല. പലരോടും സഹായം അഭ്യർത്ഥിച്ചു, പലർക്കും എന്നെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ സഹായിക്കുവാൻ കഴിയുന്നില്ല. എനിക്കനുയോജ്യമായ വഴികൾ, വാതിലുകൾ തുറന്നു വരുന്നില്ല. സഹായിക്കേണ്ട പലരും മുഖം തിരിച്ചു കളയുന്നു. ഞാനിതാ തൊഴിലില്ലാത്തവനായി, അത് മുഖാന്തരം നിന്നയും നിരാശയും വേദനയും സഹിച്ച് ആഴത്തിലേക്ക് ഇനി എത്ര നാൾ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുമെന്നറിയത്തില്ല. ജോലിയില്ലാതെ എനിക്ക് എത്ര നാൾ ഇങ്ങനെ തുടരുവാൻ കഴിയുമെന്നറിയത്തില്ല. ഈ ശമ്പളം വെച്ച് എത്ര നാൾ എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുമെന്നറിയത്തില്ല. എനിക്ക് വിരോധമായി എഴുന്നു നിൽക്കുന്ന ശത്രുക്കളുടെ മധ്യത്തിൽ എത്ര നാൾ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുമെന്നറിയത്തില്ല. ആവശ്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ഫീസ്, വീടിന്റെ ഡ്യൂ. അയ്യോ, ഞാനിതാ നശിച്ചു കൊണ്ടിരിക്കുന്നു. പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ആഴത്തിലേക്ക് ഞാൻ പോകുന്നു. കാലുറപ്പിച്ച് നിൽക്കുവാൻ, ഒന്ന് നിന്ന് ശ്വാസമെടുക്കുവാൻ കഴിയുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലില്ല. അല്ലേ സഹോദരി? വേദനയോടെ നീ പറയുക, ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇതിൽ നിന്ന് പുറത്തു വരുവാൻ, എൻ്റെ ഭർത്താവിനൊപ്പം ചേർന്ന് നിൽക്കുവാൻ, എൻ്റെ കുടുംബം തകർന്നു പോകാതെ, ഞാൻ ഒറ്റയ്ക്കായി തീരാതെ എൻ്റെ ഭർത്താവിനെ ഒന്ന് ചേർത്ത് നിർത്തുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നശിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ കുടുംബജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭർത്താവിനിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എത്രത്തോളം ഞാൻ കയ്യും കാലും ഇട്ടടിച്ച് കരകയറുവാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ആഴത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപമാനവും നിന്നയും ഏറി വരുന്നു. ഇനി ഏത് നിമിഷവും ഞാൻ ഇല്ലാതായിത്തീരാം. സഹോദര, എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ച, എൻ്റെ ഭാര്യയുടെ അകൽച്ച, മറ്റുള്ളവരുടെ നിന്ന, പരിഹാസം, ഏതു നിമിഷവും ഞാൻ തകർന്നു പോകാം. ഞാൻ നശിച്ചു കൊണ്ടിരിക്കുന്നു.
കരകയറുവാൻ കഴിയുന്നില്ല. പരിഹരിക്കുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രശ്നത്തെ കഠിനമാക്കി തീർക്കുന്നു, പ്രശ്നത്തെ സങ്കീർണമാക്കി തീർക്കുന്നു, വാശിയേറുന്നു, വൈരാഗ്യമേറുന്നു. അതാ പ്രശ്നം. അറിയാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ പോലും ആയുധങ്ങളായി എതിരാളിയുടെ കയ്യിൽ കൊടുക്കപ്പെടുന്ന അവസ്ഥ. മാതാവേ, പിതാവേ, തലമുറകൾ നശിച്ചു പോകുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും അടിപ്പെട്ട് അവർ നശിച്ചു പോകുന്നു. വേണ്ടാത്ത കൂട്ടുകെട്ടുകളിൽ അവർ നശിച്ചു പോകുന്നു. ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. അവരെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഓരോ പ്രയത്നങ്ങളും വൃഥാവായി തീരുന്നു എന്ന് മാത്രമല്ല, ആഴത്തിലേക്ക് മീൻസ് അകലേക്ക് നിന്നിൽ നിന്ന് അകലേക്ക് അവർ പോയിക്കൊണ്ടേ ഇരിക്കുന്നു. അവരുടെ ശബ്ദം കേട്ടിട്ട്, നിന്റെ പ്രിയ മകളുടെ ശബ്ദം കേട്ടിട്ട് ഒത്തിരിയായി അത് നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഒരു കടാര ഹൃദയത്തിൽ ആഴത്തിൽ കുത്തിയിറക്കുന്ന അതേ വേദന, ചോര ചീന്തുന്ന മുറിവുകൾ. ഫോൺ വിളിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഡയൽ ചെയ്ത് ചെവിയിൽ വയ്ക്കുമ്പോഴും ഉള്ളം തുടിക്കുന്നുണ്ട്. മാതാവേ, നിന്നോടാ, നിന്റെ ആ പ്രിയ മകളുടെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ, നിന്റെ മകന്റെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ. പക്ഷേ അറിഞ്ഞടിച്ചടിച്ചടിച്ച് അത് തീരുമ്പോൾ കുത്തിവെച്ചിരിക്കുന്ന കടാര ഒന്നുകൂടെ ആഴത്തിൽ കുത്തിയിറക്കുന്ന വേദന, വലുതാകുന്ന മുറിവ്, ചീറ്റിത്തെറിക്കുന്ന ചോര, ആഴത്തിലേക്ക് ഇനി ഒരിക്കലും എൻ്റെ മക്കളെ എനിക്ക് തിരികെ കിട്ടത്തില്ല. അവർ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയി. അവർ ശ്രമിക്കാഞ്ഞിട്ടല്ല, ശ്രമിച്ചിട്ടും കയറുവാൻ കഴിയാത്ത വിധത്തിൽ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക്. ആദ്യ തവണ ചെറിയ മാർക്കിന് പരാജയപ്പെട്ടു, ആശ്വസിപ്പിച്ചു, അവരും ബലപ്പെട്ടു. അടുത്ത തവണ ശരിയാകും. രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും ചില മത്സര പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടായിരിക്കുന്ന സഹോദരി തളർന്നായിരിക്കുക. ഇനിയില്ല, ഇനി എന്നെക്കൊണ്ട് കഴിയത്തില്ല. ഓരോ തവണ കഴിയും തോറും പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക്, ആഴത്തിലേക്ക് എൻ്റെ തലമുറയുടെ ഭാവി എന്തായിത്തീരും? ചില വർഷങ്ങളായിരിക്കുന്നു, അഡ്മിഷൻ നല്ലതൊന്നും കിട്ടിയിട്ടില്ല. അവളുടെ സ്വപ്നം, എൻ്റെ പ്രാർത്ഥന, എൻ്റെ പ്രതീക്ഷ എല്ലാം വൃഥാവായി തീരുമല്ലോ. നശിച്ചുകൊണ്ടിരിക്കുന്നു, രോഗമുഖാന്തരം നശിച്ചുകൊണ്ടിരിക്കുന്നു. ആ നാശത്തിൽ നിന്ന് എൻ്റെ ശരീരത്തെ വീണ്ടെടുക്കുവാൻ ഡോക്ടർമാർക്ക് കഴിയുന്നില്ല, മരുന്നിന് കഴിയുന്നില്ല, കടം കയറി നശിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ, പരിതാപകരമായ അവസ്ഥ. നിരാശയായി കടം തന്നവരുടെ മുൻപിൽ മാത്രമല്ല, അറിയുന്നവരുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ. പലരും പരിഹാസത്തോടെ നോക്കുന്നുണ്ട്. ദേശത്തിലെ പരിഹാസപാത്രമായി നീ മാറിയിരിക്കുന്നു. നശിച്ച ജീവിതം നാശത്തിലേക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ഒന്ന് കാലുറപ്പിച്ച് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആത്മീയ ജീവിതം തകർന്നുപോയി, പ്രാർത്ഥനാ ജീവിതം തകർന്നുപോയി, ശുശ്രൂഷാ ജീവിതം തകർന്നുപോയി. ദിവസം ചെല്ലുന്തോറും വിശ്വാസികളാകുന്നു, ഒറ്റയ്ക്കായി. ശുശ്രൂഷകേ, നിന്നെ മനസ്സിലാക്കുവാൻ, നീ പറയുന്നത് മനസ്സിലാക്കുവാൻ കഴിയാതെ നിന്നെ ഒറ്റപ്പെടുത്തി. അയ്യോ, പരാജയത്തിന്റെ പടുകുഴി, തകർച്ചയുടെ പടുകുഴി, ഒന്നുമില്ലായ്മയുടെ പടുകുഴി, നാശത്തിന്റെ പടുകുഴി. അവിടെ നിന്ന് വിടുവിച്ച ഒരു ഭക്തന്റെ സാക്ഷ്യം നിങ്ങൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതിന് ഒപ്പം അതെ, ആ സാക്ഷ്യം നിങ്ങളുടേതായി മാറുവാൻ പോകുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ അവിധത്തിൽ പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് തൻ്റെ ഭക്തനെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി മറ്റൊരു ഭാഗത്ത് വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ പരാജയത്തിന് പ്രത്യേകതയുണ്ട്. കാരണം നിങ്ങളായിരിക്കുന്ന പരാജയത്തിൻ്റെ, തകർച്ചയുടെ, കണ്ണുനീരിൻ്റെ, നിരാശയുടെ പടുകുഴിക്ക് കാരണം സാഹചര്യങ്ങളാകാം, നിങ്ങളുടെ ശത്രുക്കളാകാം, മേ ബി നിങ്ങൾ, അതെ നിങ്ങളുമായിരിക്കാം. അറിഞ്ഞോ അറിയാതെയോ ഇന്നായിരിക്കുന്ന തകർച്ചയ്ക്ക് കാരണം നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പാപമായിരിക്കാം, നിങ്ങളുടെ അകൃത്യങ്ങളായിരിക്കാം. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ആത്മീയ ജീവിതത്തിൻ്റെ തകർച്ചയായിരിക്കാം. സന്തോഷത്തോടെ പറയട്ടെ, തകർച്ച സത്യമെങ്കിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ കരകയറൽ അത് അതിലും വലിയ സത്യമത്രേ. കാരണം ദൈവം എவ்விധത്തിൽ നിങ്ങൾ തകർന്നാലും തകർന്ന നിങ്ങളെ പുറത്തു കൊണ്ടുവരും, പരാജയപ്പെട്ട നിങ്ങളെ ജയാളിയാക്കി തീർക്കും. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. ശിമോൻ പത്രോസ്
കരയിലേക്ക് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല വലിച്ചു കയറ്റി. വളരെ വലിയ കൂട്ടം, 153 വലിയ മീൻ ആ വലയ്ക്കകത്ത് നിറഞ്ഞിരുന്നു. എന്നിട്ടും വല കീറിയില്ല. പെരുപ്പം കൊണ്ട് കീറിപ്പോകാത്ത വല. എന്നെ കേൾക്കുന്ന പ്രിയരെ, പലപ്പോഴും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന തകർച്ചയുടെയും കണ്ണുനീരിൻ്റെയും നിരാശയുടെയും വേദനയുടെയും ഒക്കെ കാരണം പലതും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് അർഹിക്കാത്തതായി, അല്ലെങ്കിൽ അർഹിച്ച് തന്നെ നിങ്ങൾ അധ്വാനിച്ചു തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നു. ഒരു പെരുത്ത മീൻകൂട്ടം, പ്രതീക്ഷിക്കാത്ത ശമ്പളം, പ്രതീക്ഷിക്കാത്ത സ്ഥാനമാനങ്ങൾ, സ്വപ്നം കാണുവാൻ പോലും കഴിയാത്ത കുടുംബം, ഭർത്താവ്, ഭാര്യ, മക്കൾ. ആ നിറവ് വലിച്ചു കയറ്റിയപ്പോ വല കീറിപ്പോയി. അതുമായി അധികം തുടരുവാൻ കഴിഞ്ഞില്ല. കാരണമെന്തോ? പക്ഷേ ദൈവം നിറയ്ക്കുമ്പോൾ അങ്ങനെ വല കീറി അത് നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൂതാണേ, ദൈവം നിന്നെ നിറയ്ക്കുമ്പോൾ നിന്റെ കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും അതേ പരാജയത്തിനും അറുതി വരുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്നെ നിറയ്ക്കുമ്പോൾ അത് വല കീറി നിന്നെ വിട്ട് പോകത്തില്ല. സ്തോത്രം. എൻ്റെ കർത്താവ് നിനക്ക് ജോലി തരുമ്പോൾ, ഈ നശിച്ച അവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ ആ ജോലി നഷ്ടപ്പെട്ട് പോകത്തില്ല. സ്തോത്രം. ആ വരുമാനം നഷ്ടപ്പെട്ട് ചിതറി പോകത്തില്ല. അത് അനുഭവിക്കേണ്ടവർ നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ കുടുംബം അത് അനുഭവിക്കും. അവർക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് പിന്നെയും നിന്റെ വല നിറയ്ക്കുക, പിന്നെയും നിന്റെ തൊഴിലിടത്തിൽ ആ സമൃദ്ധി നൽകി നിന്നെ അനുഗ്രഹിക്കുക, പിന്നെയും ആ തൊഴിൽ നൽകി നിന്നെ മാനിക്കുക. സഹോദരാ, അതേ ശത്രുവിനെ കവർന്നെടുക്കുവാൻ കഴിയാത്തത് നൽകി കർത്താവ് നിന്നെ മാനിക്കുക. സഹോദരി, കർത്താവ് നിന്റെ ഭർത്താവിനെ പിന്നെയും തിരികെ നൽകുമ്പോൾ അത് കൊണ്ട് നടക്കുവാൻ നിനക്ക് പ്രാപ്തിയുണ്ടാകും. ഇന്നലകളിൽ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഭർത്താവ് വേറെ എവിടെയോ ആരുടെയൊക്കെയോ എന്തിൻ്റെയൊക്കെയോ പിന്നാലെ പോയി. പക്ഷെ ഇനി വല കീറത്തില്ല. കർത്താവ് തരും. വല കീറാതെ, സ്തോത്രം, നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം നിന്നെ ശക്തീകരിക്കും. ഓ താങ്ക് ഗോഡ്. സഹോദര, ഇനി നിന്റെ ഭാര്യ നഷ്ടപ്പെട്ടു പോകുവാൻ, ഇനി നിന്റെ ഭാര്യ മറ്റു വല്ലരുടെയും ഇഷ്ടത്തിന് നടക്കുന്നവളായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ഭാഗ്യമെന്ന് നീ പറഞ്ഞ, നിന്റെ അനുഗ്രഹമെന്ന് നീ പറഞ്ഞ നിന്റെ കുടുംബജീവിതം തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിറച്ചു, വല കീറിയില്ല. പത്രോസിൻ്റെ കൈക്കുള്ളിൽ തന്നെ. ഓ താങ്ക് ഗോഡ്. മാതാവേ, പിതാവേ, ഇനി അവർ നഷ്ടപ്പെട്ടവരായി തീരത്തില്ല. ഇനി അവർ തലകുനിച്ച് ദേശത്തിന് മധ്യത്തിൽ നിൽക്കത്തില്ല. ആ സ്കൂളിൽ, കോളേജിൽ അവർ തലകുനിച്ച് നിൽക്കത്തില്ല. നിന്റെ ഭവനത്തിനകത്ത് തലകുനിച്ച് അവർ വന്ന് കയറത്തില്ല. ഇനി അവർ നഷ്ടപ്പെട്ടവരായി മാറത്തില്ല. കാരണം ദൈവം ഈ നാശകരമായ അവസ്ഥയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവൻ നൽകുന്നത് നഷ്ടപ്പെട്ട് പോകത്തേയില്ല. ആ തൊഴിൽ നഷ്ടപ്പെട്ടു പോകത്തില്ല, ആ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോകത്തില്ല, ആ അഡ്മിഷൻ, ആ കോഴ്സ്, ഓ സ്തോത്രം, അതിലൂടെ അവർ നേടിയെടുക്കുവാനുള്ളത് നഷ്ടപ്പെട്ടു പോകത്തില്ല. അവരുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല, അവരുടെ വാഗ്ദത്തങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല, അവരുടെ നല്ല സ്വഭാവം നഷ്ടപ്പെട്ടു പോകത്തില്ല, അവരുടെ ബ്രൈറ്റ് ഫ്യൂച്ചർ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒരു പന്ന പിശാചിന് ഇന്നലകളിലെ പോലെ അത് കവർന്നെടുക്കുവാൻ കഴിയത്തേയില്ല. വലിച്ചു കയറ്റി വല കീറിയില്ല. സ്തോത്രം. ആമേൻ. കർത്താവ് നിന്നെ സൗഖ്യമാക്കും. ഒരു പിശാചിനും അത് കവർന്ന് കളയുവാൻ കഴിയത്തേയില്ല. കേൾക്ക്, ഒരു പന്ന പിശാചിനും അത് കവർന്ന് കളയുവാൻ പിന്നെയും നിന്നെ ആ നാശത്തിന്റെ കുഴിയിലേക്ക് തള്ളിയിടുവാൻ കഴിയത്തേയില്ല. ആ കടത്തിൽ നിന്ന് നിന്നെ കർത്താവ് കരകയറ്റും. പിന്നെയും കടക്കാരിയായി ആഴത്തിലേക്ക് പോകുവാൻ ദൈവം അനുവദിക്കും. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷക, പിന്നെയും തകർച്ച, അങ്ങനെ ആലയം വിട്ട് കൂടുമാറുന്ന അവസ്ഥയിലോട്ട് നീ പോകുവാൻ, ആ അവസ്ഥയിൽ നീ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. വല കീറിയില്ല. ദാവീദ് പറയുന്നു, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, പിന്നെ താഴുന്ന അവസ്ഥയ്ക്ക് അറുതി വരുത്തി, പിന്നെയും താഴ്ചയിലേക്ക് പോകുന്ന അവസ്ഥയ്ക്ക് അറുതി വരുത്തി. ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. പത്രോസ് എന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതനായ ശിഷ്യൻ പരാജയത്തിൻ്റെ അർദ്ധരാത്രിയിലൂടെ കടന്നു പോകുന്നു. ഒരിക്കൽ കൂടി തിബരിയാസ് കടലിൽ പത്രോസ് പരാജിതനായി. കാരണം അയ്യോ, വല വീശാൻ അറിഞ്ഞുകൂടാത്തതാണോ? സാഹചര്യമാണോ?
അല്ല. സാഹചര്യം പത്രോസിനെ പരാജയപ്പെടുത്തി. അത് തിബരിയാസ് കടൽക്കരയിലല്ല, തിബരിയാസ് കടലിലല്ല, ഗലീല കടലിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ സാഹചര്യം, ചിലപ്പോൾ കാലാവസ്ഥ മാറ്റമായിരിക്കാം, കടലിൽ കാലാവസ്ഥ മാറ്റമുണ്ടാക്കിയ വ്യതിയാനങ്ങളായിരിക്കാം. മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. മത്സ്യത്തെ കിട്ടാതെ വരുന്ന അവസ്ഥ, എത്ര അറിവുണ്ടെങ്കിലും മത്സ്യത്തെ കിട്ടാതെ വരുന്ന അവസ്ഥ, എത്ര ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നന്മയൊന്നും കിട്ടാതിരിക്കുന്ന, ജോലി തുടരുവാൻ കഴിയാത്ത അവസ്ഥ. നല്ല ജോലിക്കാരനാണ്, പെട്ടെന്ന് ഹർത്താൽ വന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും ചിന്തിച്ചാൽ മതി. സാഹചര്യം പത്രോസിനെ പരാജയപ്പെടുത്തി. ഗലീല കടലിൽ പിന്നെയും വീശി തളർന്ന് പരാജയത്തോടെ തിരിച്ചു കരകയറുവാൻ നിന്ന പത്രോസിനെ യേശു നിറച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 5-7 വാക്യത്തിൽ പടക് മുങ്ങുമാറാകുവോളം, വല കീറുമാറാകുവോളം യേശു നിറച്ചു. സാഹചര്യം അല്ലെങ്കിൽ ശത്രു പത്രോസിനെ പരാജയപ്പെടുത്തി. യേശു പത്രോസിനെ ആ പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അതേ പത്രോസ് പാപം ചെയ്തു, അഥവാ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്താണ് പാപം? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് പാപം. ദൈവത്തിൽ നിന്ന് പത്രോസ് അകന്നുപോയി, തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് പരാജയപ്പെട്ടു. ബട്ട് പത്രോസ് അകന്നു പോകും, പക്ഷെ ദൈവം അകന്നു പോകത്തേയില്ല. കേൾക്കണമേ, എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് സന്തോഷത്തോടെ അതിലുപരിയായി അഭിമാനത്തോടെ പറയട്ടെ, നിങ്ങൾ മാറിപ്പോയേക്കാം, നിങ്ങളുടെ ചിന്ത മാറിപ്പോയേക്കാം, എൻ്റെ ദൈവത്തിൻ്റെ ചിന്തയും മാറത്തില്ല, അവൻ മാറത്തില്ല, നിന്നെ വിടത്തുമില്ല. സ്തോത്രം. നീ സമയം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നുവോ? കേൾക്ക്. ആ പടുകുഴിയിൽ നീ ആയി പോകുവാനുള്ള കാരണം സാഹചര്യമാകാം, ശത്രുക്കളാകാം, പിശാചാകാം, നീ തന്നെ ആകാം. ഏതവസ്ഥയാണെങ്കിലും നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശു തിബരിയാസ് കടൽക്കരയിൽ പത്രോസിന് വേണ്ടി വെയിറ്റ് ചെയ്തതുപോലെ വെയിറ്റ് ചെയ്യുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ ഇല്ലായ്മയ്ക്ക് പരിഹാരം വരുത്തുവാൻ, ആ ശൂന്യതയെ മാറ്റുവാൻ, നിന്നെയും നിരാശയും കണ്ണുനീരിൻ്റെ അനുഭവത്തെയും മാറ്റി പിന്നെയും വല നിറയെ നിനക്ക് നൽകുവാൻ, ആ കുഴിയിൽ നിന്ന് നിന്നെ കരകയറ്റുവാൻ, ആ പടുകുഴിയിൽ നിന്ന് നിന്നെ കരകയറ്റുവാൻ എൻ്റെ യേശു വെയിറ്റ് ചെയ്യുക. ആമേൻ. പത്രോസിൻ്റെ വല യേശു പിന്നെയും നിറച്ചു. പിന്നെയും യേശു നിറയ്ക്കും. ഇട്ടിട്ട് പോകത്തില്ല. നീ ലോകം പറഞ്ഞു തരും അങ്ങനെയൊന്നുമല്ല, ഇട്ടിട്ട് പോകില്ല, ഇട്ടിട്ട് പോകത്തില്ല. അല്പം ഒന്ന് ചിന്തിച്ചേ. ആദ്യമായിട്ട് പത്രോസിനെ യേശു കാണുക. തിയോളജി പഠിപ്പിക്കാൻ വരണ്ട, ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് യേശു പത്രോസിനെ കാണുകയാണ്. ആദ്യം കണ്ടപ്പോൾ തന്നെ പത്രോസിൻ്റെ പരാജയം യേശുവിനെ വല്ലാതെ ഹർട്ട് ചെയ്തു. പരാജയപ്പെട്ട പത്രോസിനെ കണ്ടപ്പോൾ യേശുവിന് സഹിച്ചില്ല. അതുകൊണ്ടാണ് വല നിറച്ചത്. നിന്റെ തകർച്ചയും, ആ തകർച്ചയിൽ നീ അനുഭവിച്ച വേദനയും കഷ്ടതയും കണ്ണുനീരും ലോകം കണ്ട് സഹിച്ചു, ലോകം ചിരിച്ചു. പക്ഷേ യേശുപ്പന് അത് സഹിച്ചില്ല. അതുകൊണ്ടാണ് ഇന്നലകളിൽ കർത്താവ് നിന്നെ നിറച്ചത്. നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്തത്, നീ ആഗ്രഹിച്ചതിനപ്പുറമായുള്ളത് തന്ന് നിന്നെ മാനിച്ചത്. നോക്കൂ, പത്രോസിന് അവിധത്തിൽ കർത്താവ് വല നിറയെ നൽകി. പത്രോസ് തൻ്റെ പാപമേറ്റു പറഞ്ഞു. 5-8 വാക്യത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 3.5 വർഷക്കാലത്തോളം യേശുവിനൊപ്പം നടന്നു. യേശുവിൻ്റെ പ്രാണപ്രിയനായി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണമേ. 3.5 വർഷത്തിന് മുമ്പ് തിബരിയാസ് കടൽക്കരയിൽ ഒരു രാത്രിയിൽ പത്രോസ് ആയിരിക്കുന്ന പരാജയത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് 3.5 വർഷത്തിന് മുമ്പ് പത്രോസ് ആയിരുന്ന അവസ്ഥ, ഗലീല കടൽക്കരയിൽ പത്രോസ് യേശുവിന് അപരിചിതനായിരുന്നു. തിബരിയാസ് കടൽക്കരയിൽ പത്രോസ് യേശുവിന് പരിചിതനാണ്. അപരിചിതനായ പത്രോസിൻ്റെ പരാജയം കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് പരിചിതനായ പത്രോസിൻ്റെ പരാജയം കണ്ട് മനസ്സലിയാതിരിക്കുവാൻ കഠിന ഹൃദയനാണോ? ചോദ്യം നിങ്ങളോട്. നിങ്ങൾ ഉത്തരം കണ്ടെത്ത്. ഒരു പരിചയമില്ലാത്തവൻ്റെ പരാജയം കണ്ടപ്പോൾ യേശുവിന് സഹിച്ചില്ല. അങ്ങനെയെങ്കിൽ 3.5 വർഷക്കാലം ഊണിലും ഉറക്കത്തിലും തനിക്കൊപ്പം ഉണ്ടായിരുന്നവൻ്റെ പരാജയം യേശു സഹിക്കുമോ? പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്ന, എപ്പോഴോ തള്ളി പറഞ്ഞിട്ടുണ്ടാകാം, അകന്നു പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ കർത്താവ് കൈവിടുമോ? കൈവിടുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കർത്താവിനെ കണ്ടിട്ടില്ല,
കർത്താവിനെ കണ്ട ഞാൻ, ആ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ഞാൻ, ഇപ്പോഴും ആ കർത്താവ് എനിക്കൊപ്പമായിരിക്കുന്നു തിരിച്ചറിയുന്ന ഞാൻ നിങ്ങളോട് പറയുന്നു, ആ കർത്താവ് നിങ്ങളെ വിടത്തില്ല. ഇവിടെ നിങ്ങൾ തിരിച്ചറിയുക, പിശാചിൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രം പത്രോസിനെ പിന്മാറ്റിക്കളഞ്ഞ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ അനേകരെ പിന്മാറ്റിക്കളയുന്ന, പാപത്തിന് അടിപ്പെടുത്തുന്ന, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ അകറ്റിക്കളയുന്ന ആ പിശാചിൻ്റെ തന്ത്രം നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്താണ് പിശാചിൻ്റെ തന്ത്രം? എന്തുകൊണ്ടാണ് പത്രോസ് ഒപ്പമുള്ളവരെയും കൂട്ടി പിന്മാറിപ്പോയത്? പിശാച് പത്രോസിന് ഒരു കാഴ്ച കാണിച്ചു. പത്രോസെ നോക്ക്, നിന്റെ യേശു അതാ ക്രൂശിക്കപ്പെടുവാൻ പോകുന്നു. യേശു ക്രൂശിക്കപ്പെടുവാൻ പോകുന്നു മീൻസ് അവരുടെ അന്ന് വരെയുള്ള പ്രതീക്ഷയും സ്വപ്നവും എല്ലാം തച്ച് തകർക്കപ്പെടുന്ന അവസ്ഥ. യേശു അവരോടൊപ്പം ഉണ്ടായിരുന്നു, അവർ പലതുമായിരുന്നു. നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു, പലതും കർത്താവ് നമുക്ക് നൽകി, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി, നമ്മെ പരിപാലിച്ചു. എന്നാൽ ചില സമയങ്ങളിൽ പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലാതായി പിശാച് ഇതുപോലെ വന്ന് പറയും, യേശുവൊക്കെ നിന്നെ കൈവിട്ടു, യേശുവൊക്കെ പോയി, ഈ വിഷയത്തിൽ നിന്ന് യേശുവിന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തില്ല. പത്രോസിനോട് പിശാച് അത് തന്നെ പറയും. നോക്ക്, അവൻ ക്രൂശി കിടന്നു നിലവിളിക്കുന്നു, അവനെ ക്രൂശിച്ചു. അപ്പോൾ പിന്നെ ഇനി നിങ്ങളെ എങ്ങനെ രക്ഷിക്കും? വലിയ പ്രശ്നങ്ങളെ നിങ്ങൾ മുമ്പിൽ കൊണ്ടുവന്ന് പിശാച് കാണിക്കും. എന്നിട്ട് പറയും, ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല, നിങ്ങളുടെ യേശു ഇതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന മാതാവേ, ഉപവസിക്കുന്ന സഹോദര, കേൾക്ക്, നീ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ പിശാച് വന്നിട്ട് പറയും, ഇതിൽ നിന്ന് നിനക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല, യേശുവിനെ നിന്നെ വിടുവിക്കുവാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടി പിശാച് പറയും, യേശുവിനെ നിന്നെ വിടുവിക്കുവാൻ കഴിയത്തില്ല. ഭയന്നു പോകാം, സ്വാഭാവികം, അത് ലോകമനുഷ്യനായി. പക്ഷെ ഭക്തൻ ഭയപ്പെടരുത്. അതാണ് പത്രോസിൻ്റെ ജീവിതം ചരിത്രമായി നമുക്ക് മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. തിരിച്ചറിയണം, അത് യേശുവിൻ്റെ പ്രശ്നമാണ്, ക്രൂശ് യേശുവിൻ്റെ പ്രശ്നമാണ്. ആ പ്രശ്നത്തെ കണ്ട് ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ, എൻ്റെ രോഗം, എൻ്റെ കടം, എൻ്റെ തൊഴിലില്ലായ്മ, എൻ്റെ മക്കളുടെ പ്രശ്നം, അത് എൻ്റേതല്ലേ? അല്ല. ലാസർ ദീനം ബാധിച്ച് ജ്വരം കൂടി മരിക്കുവാൻ തക്കവണ്ണം കിടക്കുന്നു. ലാസറിൻ്റെ 2 സഹോദരിമാർ ഒരു ദൂതനെ പറഞ്ഞയക്കുന്നു. ദൂതൻ സഹോദരിമാരുടെ സങ്കടം ഉൾക്കൊണ്ട് യേശുവിനോട് പറയുന്നു, യേശുവേ, നിന്റെ സ്നേഹിതനായ ലാസർ മരിക്കുവാൻ കിടക്കുന്നു. നിന്റെ സ്നേഹിതനായ ലാസർ മരിക്കുവാൻ കിടക്കുന്നു. യേശു വ്യക്തമായി പറയുന്നു, മാർത്തേ, മറിയേ, എടാ, നിന്നെ ഇങ്ങോട്ട് അയച്ച മാർത്തയോടും മറിയോടും പോയി പറയേ, ഇത് നിങ്ങളുടെ പ്രശ്നമല്ല, ഇത് ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കുവാനുള്ള മുഖാന്തരമാണ്. മീൻസ് ഇതെൻ്റെ പ്രശ്നമാണ്. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് 2 ദിവസം കൂടെ കർത്താവ് വെയിറ്റ് ചെയ്തു. നിങ്ങളെ ഭയപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ പിശാച് നിങ്ങൾക്ക് മുമ്പിൽ കാട്ടി തന്നു. തീർന്നു, എല്ലാം തീർന്നു, അവസാനിച്ചു എന്ന് പറയുമ്പോൾ കേൾക്ക് വിശ്വാസിയേ, ഭക്ത, അത് നിന്റെ പ്രശ്നമല്ല, അത് എൻ്റെ യേശുവിൻ്റെ പ്രശ്നമാണ്. കാരണം അവന് അതിലൂടെ, നീ എന്നനുഭവിക്കുന്ന കഷ്ടതയിലൂടെ തൻ്റെ നാമത്തെ ഉയർത്തേണ്ടതുണ്ട്. നീ പിന്നെയും കടലിലായിരിക്കാം, ആ കടലിൽ നിനക്ക് പരാജയം സമ്മാനിക്കുന്നുണ്ടായിരിക്കാം, അവിടെയും യേശു വരും. കാരണം അത് യേശുവിൻ്റെ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം നടന്നത് യേശുവിൻ്റെ പ്രശ്നമാണ്. മനസ്സിലായോ? പ്രശ്നങ്ങളെ കാണിച്ചു തരുമ്പോൾ അങ്ങോട്ട് ഓടരുത്, അത് യേശുവിൻ്റെ പ്രശ്നമാണ്. യേശു അതിന് പരിഹാരം കണ്ടെത്തിക്കൊള്ളും. പിന്മാറിപ്പോയ ആ 21-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. താൻ നഗ്നനാകയാൽ 7-ാമത്തെ വാക്യത്തിൽ അങ്കിയെടുത്ത് അരയിൽ ചുറ്റിക്കൊണ്ട് കടലിൽ ചാടി. അവൻ നഗ്നനായിരുന്നു. പിന്മാറിപ്പോകുന്നവർ നഗ്നരാണ്, ലജ്ജിതരാണ്, നിന്ദിതരാണ്. ചേർന്ന് നിൽക്കുക. എത്രത്തോളം നിങ്ങൾക്ക് യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ പറ്റുമോ അത്രത്തോളം ചേർന്ന് നിൽക്കുക. നിങ്ങൾ അவ்விധത്തിൽ യേശുവിൻ്റെ സ്നേഹത്തിൽ ചേർത്ത് നിർത്തുവാൻ ഞങ്ങളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തും. ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ട് പരാജയം ഇനി എല്ലാം തീർന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. ഒത്തിരി വർഷങ്ങളായി ഒത്തിരി പേരെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ചേർത്ത് നിർത്തുവാനും കീറിപ്പോകാതെ നിറയുന്ന ആ നിറവനുഭവിച്ച് ജീവിക്കുവാനും അനേകരെ ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രാപ്തരാക്കിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും
അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രാപ്തരാക്കും. മറക്കണ്ട, കോൺടാക്ട് ചെയ്യുക. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരു ആരാധനയ്ക്ക് നിങ്ങൾ കടന്നു പോകുന്നില്ല എങ്കിൽ, കടന്നു പോകുവാൻ അങ്ങനെ ഒരു ആലയം നിങ്ങൾക്കില്ല എങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കടന്നു വരിക. എല്ലാ വെള്ളിയാഴ്ചയും 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി പ്രൈസർ ഫാമിലി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ കടന്നു വരിക. ഒപ്പം വല നിറയ്ക്കുവാൻ, കീറിപ്പോകാതെ അത് വലിച്ചു കയറ്റുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുവാൻ ഏപ്രിൽ മാസം പ്രൈസർ ഫാമിലിയുടെ വാർഷിക ഉപവാസ പ്രാർത്ഥന, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഏപ്രിൽ 10 മുതൽ ആരംഭിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി മാത്രമായി ഉപവസിക്കാം, ഞങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കാം. കോൺടാക്ട് ചെയ്യുക. എന്ന കണ്ണടച്ച വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ ഘടകങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും വല നിറഞ്ഞു വലിച്ചു കയറ്റുകയിൽ വല കീറി പലതും നഷ്ടപ്പെട്ടു പോയി. ആഴത്തിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവരണമേ. പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവന്നാട്ടെ. അപ്പാ, ഇവരോടങ്ങ് കൂടിയിരിക്കണമേ. തകർച്ചകളെ, കണ്ണുനീരിൻ്റെ അവസ്ഥകളെ മാറ്റിക്കളയുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഇവർ അനുഭവിക്കട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശോപ്പ, ഇവർക്ക് നല്ല ജോലികളെ നൽകി മാനിക്കണമേ. തൊഴിൽ സംബന്ധമായ എല്ലാ വെല്ലുവിളികളിൽ നിന്ന് ഇവരെ വിടുവിക്കണം. യേശോപ്പ, ഇവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. ശത്രുക്കളുടെ മുമ്പിൽ ലജ്ജിതരായി തലകുനിക്കുവാൻ അനുവദിക്കരുത്. യാസ്, പാപം മുഖാന്തരം, സ്തോത്രം, കുറവുകൾ മുഖാന്തരം വന്നുപോയ തകർച്ചകളിൽ നിന്ന് ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവരണമേ. ശത്രു ഇവർക്ക് വിരോധമായി ഒരുക്കിയ കെണികൾ ഇവർ പെട്ടുപോയി അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. അപ്പനങ്ങ് പുറത്തു കൊണ്ടുവന്ന് മാനിച്ചാട്ടെ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുന്ന ഭാര്യമാർ, ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കുടുംബ കോടതികൾ കയറി ഇറങ്ങുന്ന അവസ്ഥകൾ മാറട്ടെ. ക്രിമിനൽ സിവിൽ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ. ഓഹരികൾ തിരികെ ലഭിക്കട്ടെ. ശത്രു കവർന്നെടുത്തത് തിരികെ ലഭിക്കട്ടെ. ലഭിക്കേണ്ട അവകാശം, കൊടുക്കേണ്ട അവകാശം ഇവർക്ക് കൊടുക്കാതെ ഇവരെ പറ്റിക്കുന്നവരോട് അങ്ങിടപെടണമേ. കർത്താവേ, നീതിയുള്ള ന്യായാധിപതിയായി അങ്ങ് ഇറങ്ങി നിൽക്കണം. എല്ലാ ബാധ്യതകളിൽ ഇവരെ പുറത്തു കൊണ്ടുവരണമേ. കടഭാരങ്ങൾ, പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുക. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. വിദേശ രാജ്യങ്ങളിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, വിസ പ്രോബ്ലങ്ങളാൽ ഭാരപ്പെടുന്നവർ, ആഗ്രഹിച്ച ജോലി കിട്ടാതെ ഭാരപ്പെടുന്നവർ, യേശുവേ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. അങ്ങ് ഇവർക്ക് വേണ്ടി വലിയവ പ്രവർത്തിക്കണമേ. അപ്പാ, ഇതിവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സ്വന്തം ഭവനമെന്ന വാഗ്ദത്തം. ആമേൻ. പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ, ഭവനങ്ങൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. തലമുറയുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. എല്ലാ പഠന വൈകല്യങ്ങളും മാറിപ്പോകട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതം പണിയപ്പെടട്ടെ. സ്തോത്രം. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വല നിറയുമാർ നൽകി, കീറിപ്പോകാതെ വലിച്ചു കയറ്റുവാൻ കൃപയും നൽകി ഇവരെ അങ്ങ് മാനിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകല് ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.